മരപ്പട്ടിയുടെ കാട്ടം കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു കാപ്പി, കോപ്പി ലുവാക്ക്. അതാണത്ര ലോകത്തിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള കാപ്പി. ഈ കാപ്പി നമ്മുടെ കേരളത്തിലും ഉണ്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കുടിക്കണ കാപ്പിയിലും ഉണ്ട് കോപ്പി ലുവാക്ക്. ഈ വില പിടിച്ച കാപ്പി എങ്ങനെയാണ് നമ്മുടെ വയറ്റിലെത്തണേ, എങ്ങനെയാണ് ഈ കാപ്പി നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പറ്റുക, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. റെഡി ബൂം. ഗോൾഡയുടെ പറമ്പിൽ നമ്മളെല്ലാരും കൂടി മരപ്പട്ടി കോഫി ബീൻ തൂറിയിട്ടുണ്ടോന്ന്. ജൂലിയുടെ പൂപ്പല്ല, മരപ്പട്ടി കൂടെ അപ്പിട്ടുണ്ട് വെച്ചെങ്കിൽ അത് കളക്ട് ചെയ്തിട്ട് നമുക്ക് കോഫി ലുവാക്ക് അല്ലേ, ഹോം മെയ്ഡ് കോഫി ലുവാക്ക് ഉണ്ടാവും അല്ലടാ. തീട്ടം മറക്കാൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഇത് ഏതാണ്ട് സീസൺ കഴിഞ്ഞു കേട്ടോ. കോഫിയുടെ കംപ്ലീറ്റ് സീസൺ അവസാനിച്ചു. നമുക്ക് ആ സീസൺ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരാൻ പറ്റിയത്. എന്നാലും ഇവിടെ എവിടെയെങ്കിലും കിടക്കുന്നുണ്ടോ എന്ന് നോക്കാട്ടാ. ഇത് ഇവിടെ ഒരു ബീൻ കിടപ്പുണ്ട്. ഇത് പക്ഷേ കോഫി ലുവാക്കിൻ്റെ ബീനല്ല, ഇത് എന്തോ കിളി ലുവാക്കാണ്, കിളി തൂറിയതാണ്. കണ്ടല്ലേ, ഈ ട്രീയുടെ മുകളിൽ ബെറീസ് പറിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. കണ്ട, ഇതിൻ്റെ സൈഡിൽ ചിലപ്പോൾ കാണാൻ പറ്റും നമുക്ക് കേട്ടാ. നോക്കിയേക്കാം, കാരണം ഇത് തിന്നാനായിട്ട് ആരെങ്കിലും വന്നു കാണും. കാരണം ഇതിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ കടിച്ചു വെച്ചിട്ടുണ്ട് ഒരു ബെറി. എന്തോ കിളി എന്തോ കടിച്ചു വെച്ചിട്ടുള്ളതാണ്. കണ്ട, കുണ്ടിയുടെ ഷേപ്പിൽ എന്ത് കണ്ടാലും അപ്പോൾ ഓർമ്മ വരും അന്തമാരി ആൾക്കാർ. ഞാൻ പറഞ്ഞ എങ്ങനെയുണ്ട്, ആ മരത്തിൻ്റെ താഴെ ഈ മരത്തിൻ്റെ താഴെയായിട്ട് ഇതേവിടെ അപ്പിയിട്ട് വെച്ചിട്ടുണ്ട്. കണ്ട, കുറച്ച് ഇങ്ങനെ പരന്നു പോയിട്ടുണ്ട് അപ്പി. ഇത് നോക്കിയാൽ, ഇത് ഫ്രഷ് വേണം പിക്ക് ചെയ്യാനായിട്ട്. മണമൊക്കെ മണത്തൊക്കെ ഇത് കുറച്ച് ഇത് കണ്ട ഫെർമെന്റ് ചെയ്തു ഓൾറെഡി. അമ്മമ്മ ഇത് സെല്ല് ചെയ്യും, എടുത്തോ. Nanny gonna sell it. Pick it up, please, guys. Each penny cost, man. Yeah. Do we get money? Do we? Yes. Do we? You get a nice coffee for that. Do we deserve money too? Yeah, of course you're working. When you work, you get money. Yeah, of course you get money. ദേ മമ്മി പെയിന്റ് ബക്കറ്റ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അതെ, നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള സീബറ്റിന്റെ ഇതിന്റെ ഒക്കെ കുരുക്കളാണ് കേട്ടോ ഇത്. ഞാൻ പിടിക്കാം ബക്കറ്റ്. ദേ ഇവിടെ ഒരു അപ്പി കിടക്കുന്നുണ്ട്. കണ്ട, ഇത് കണ്ട, ഇത് മോർ ലൈക്ക്ലി സീവറ്റിന്റെ തന്നെയാണ്. കണ്ടോ, ഇതിന്റെ ഷേപ്പ് കണ്ടോ, ഒരു അപ്പി കഷ്ണം കിടക്കണം അതേപോലെ തന്നെ. അതിൽ കുറച്ച് ബെറീസ്, ഒരു ശരിക്കൊരു മരപ്പട്ടി കാട്ടത്തിന്റെ നീളമുണ്ട്. സോ ഇത് മോർ ലൈക്ക്ലി ആണ്. ഞാൻ പറഞ്ഞില്ലേ മമ്മിയെ, ഇപ്പൊ എത്ര ആഴ്ച കാണും എന്റെ കാപ്പി പറക്കല് കഴിഞ്ഞിട്ട്? രണ്ടാഴ്ച. ഇതിലപ്പോ എന്തൊക്കെ പാമ്പാ? ആ അതൊക്കെ വലിയൊരു പാമ്പിന്റെ ഓള എടുക്കണോക്കിയേ. ലുക്ക് ബിഗ് സ്നേക്കിന്റെ ഓള. ഇത് കണ്ട, അതെ പാമ്പിന്റെ കണ്ട ഓള. പാമ്പ് ഓൾവേസ് എവറി അത് അവിടെ നിൽക്ക്. വാച്ച് ദിസ് ഈസ് വാട്ട് യു ആർ ഹിയർ ഫോർ. കാപ്പിയുടെ പുറത്ത് കയറും. ഞാൻ നോക്കട്ടെ എന്ത് പാമ്പിന്റെ. കണ്ടിട്ട് ചേരയാ. അയ്യോ, എന്റെ തല കാണാൻ രസമുണ്ട്. കണ്ടാ, നല്ല നീള. പക്ഷെ ചേര കേട്ടോ, നല്ല നീളമുള്ള മഞ്ഞ സ്കിന്നാണ്. മൂർക്കനൊക്കെ ആണെച്ചെങ്കിൽ ഇതിന്റെ മുകളിൽ ഒരു വടു ഉണ്ടാവും. അതൊന്നുമില്ല. കണ്ടില്ല, അറ്റ്ലീസ്റ്റ് അതെങ്കിലും കണ്ടില്ലേ. ഞാൻ എന്റെ സിവറ്റിന്റെ ഷീറ്റ് എടുക്കട്ടെ. ഓക്കെ, ഇതേപ്പം ഇന്ന് നമ്മൾ രാവിലെ പറക്കിയിട്ടുള്ള കണ്ട, ഇതിൽ ആക്ച്വലി മെരുക് തൂറിയതുണ്ട്, മരപ്പട്ടി തൂറിയതുണ്ട്, പിന്നെ എന്താ പറയാ കിളി തൂറിയതുണ്ട്, പിന്നെ പെരിച്ചാഴി, ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഡീകമ്പോസ്, അതായത് വെറുതെ മണ്ണിൽ കിടന്നിട്ട് തൊലി പോയിട്ടുള്ള ബീൻസ് ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ അറിയില്ലെന്ന് അറിയില്ല. കാപ്പി കൃഷി നടത്തുന്നവർക്ക് എല്ലാവർക്കും ഇത് അറിയാം. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കാപ്പിയുടെ മെയിൻ കൃഷിയെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പോയിട്ട് ആൾക്കാരെ വെച്ച് താഴെ നിന്ന് ഇത് പറക്കിപ്പിച്ചിട്ട് അതും കൂടി ചേർത്തിട്ടാണ് നമ്മൾ സാധാരണ കഴിക്കണ കാപ്പി വരണേ. അല്ല മമ്മിയെ? മമ്മിയോട് ഒരു 10-12 കിലോ ഇത് മാത്രം, അതായത് മരപ്പട്ടിക്കാട്ടവും എന്താ പറയുക ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും പറക്കി ഇവിടെ ബക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇപ്പോൾ കൊണ്ടുപോയിട്ട് പൊടിപ്പിക്കണം. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ ഏലക്കായ തോട്ടത്തിൽ നിന്ന് പറിച്ച കുരു കണ്ട, ആ കുരുവാണ് ഈ ഇരിക്കുന്നത്. ഓക്കെ, അതിലെ ഏലക്കായ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മമ്മി പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇനി കഴുകണ്ട, ഇത് കഴുകി കഴിഞ്ഞാൽ ഇങ്ങനെ ഞോള പോലെയാണെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ ചെയ്യുക, നമുക്ക് സംശയം ഉണ്ടാവും അല്ലേ, തീട്ടാണ് നമ്മുടെ വായലിക്ക് പോവുക അല്ലെങ്കിൽ എൻസൈം പോവുക എന്നുള്ളത്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ പച്ചക്കറി ഇതൊക്കെ തിന്നുമ്പോൾ ഒരുപാട് തീട്ടം നമ്മുടെ വായലിക്ക് പോകുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അത് വിചാരിച്ച് പേടിക്കണ്ട. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചെങ്കിൽ നമ്മൾ ഈ കുരുക്കളാണ് ഇങ്ങനെ ഓരോന്നിനെ ഇങ്ങനെ പൊളിക്കുകയാണ്. ഓക്കെ, ഇത് മില്ലിയെ കുത്തുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ഷെല്ല് പൊളിഞ്ഞു പോകും. നമുക്ക് ഈ ബീനാണ് വേണ്ടത്, മനസ്സിലായോ?
ഈ ബീനാണ് ഇവര് നമുക്ക് കാപ്പിയായിട്ട് പിന്നീട് വരുന്ന ബീൻ. കണ്ട മഴ തീട്ടുന്ന വിളിക്കുന്നുട്ടാ. ആരടാ വിളിച്ച? ഇത് മേലെ നമ്മളങ്ങനെ തീട്ടുന്ന ഇഞ്ഞോളന്ന് വിളിച്ചാണല്ലോ. വ്യൂവേഴ്സ് ഒന്നും നോക്കില്ല. മേരിക്കുട്ടിച്ചാക്ക വന്നിട്ട് നിങ്ങളെ അല്ലേ വിവരം അറിയാം. ഇതേ അപ്പം നമ്മൾ രാവിലെ പറക്കിയതും പിന്നെ ഏലക്കായ തോട്ടത്തിൽ നിന്ന് പറക്കിയതും കൂടിയിട്ടുള്ള അപ്പി കഷ്ണങ്ങൾ ഇതേ ഇവിടെ അമ്മിക്കല്ലിൻ്റെ മുകളിൽ വെച്ച് 2 ഇടി ഇടിച്ചിട്ട് പിള്ളേരൊക്കെ കൂടി സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് വേണം നമുക്ക് സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്തിട്ട് കാപ്പിയാക്കാനായിട്ട്. കണ്ട നല്ല രസം ബീൻ ഇങ്ങനെ ഇരിക്കുന്നതാണ് അല്ലേടാ. ഏട്ടാ നമുക്ക് ഒരു പിടി കഷ്ടി കിട്ടിയിട്ടുണ്ട് കോഫി ലുവാക്ക്. ഇതേ കണ്ടോ നല്ല ഏലക്കായ കണ്ട. ഇത്രേ ഉള്ളൂ, ഒരു കാപ്പിക്കുള്ളതേ ഉള്ളൂ കേട്ടോ കഷ്ടി. ഓക്കെ, ഇനി ഞാൻ മമ്മി ഇവിടെ പറക്കി വെച്ചിട്ടുള്ള ബീൻസ് എന്തോരുണ്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. ഒന്ന് കട്ട് ചെയ്യുന്ന മമ്മി. കാപ്പിയുടെ മെയിൻ പറിക്കൽ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിന്റെ താഴെ വീണതും പട്ടി തൂറിയതും എല്ലാം കൂടി പറക്കി കൂട്ടിയിട്ടുള്ളതാണ്. ഇതൊരു മിക്സ്ചർ ഓഫ് അല്ല മരപ്പട്ടി തൂറിയത്. ഇവര് വിചാരത്തൊന്നും ഇതിലില്ല എന്നാ. ഇനി ഇത് കണ്ട അതിൽ കുറെ ഇവരിങ്ങനെ പറക്കി കൂട്ടുന്നതിന്റെ കൂട്ടത്തില് ഇതിലെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണ്ണിന്റെ അടിയിൽ കിടന്ന് കേടായത് എല്ലാം ഉണ്ട് ഇതില്. എല്ലാ സാധനവും ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കാപ്പിയില് മിക്സ് ആയിട്ടാണ് വരണേ. ഇതിനൊക്കെ വിലയുണ്ട് ഇല്ലേ അമ്മേ? ഇതൊന്നും കർഷകര് കളയില്ല. ഇവർക്ക് വലിയ വില കിട്ടുന്നില്ല. നമ്മള് കാപ്പി കാഴ്ച കൊടുത്ത് പഠിക്കുമ്പോഴാണ് വില അല്ലേ ചേട്ടാ. അപ്പൊ നമ്മള് ചലഞ്ചാണ് ആരാണ് ഏറ്റവും കൂടുതൽ ഇത് പറക്കുക എന്നുള്ളത്. ഓക്കെ, പിള്ളേർക്ക് പഠിപ്പിച്ചു. പിന്നെ ഇങ്ങോട്ട് പുഷ് ചെയ്ത് നീക്ക് ഒരു സൈഡിൽ നിന്ന്, എന്നാലും നിന്റെ ക്ലീൻ ആയിട്ടുള്ളത് കാണാൻ പറ്റുള്ളൂ. പിള്ളേർക്ക് മൊത്തം ചലഞ്ചാട്ടോ. ഇവിടെ വേറൊരു കുഞ്ഞൻ ചലഞ്ചനെ ഇരുത്തിയിട്ടുണ്ട്, ക്ലീൻ ചെയ്യാൻ കൊടുത്തതാ. ഇതിപ്പോ എന്താക്കിയാവോ കുട്ടി? തൊടാൻ തന്നെ സമ്മതിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഏറ്റവും കൂടുതൽ കണ്ട ഇവിടെ ഈ റോഡ് ബ്ലോക്സ് കളിച്ചിട്ട് ഇരിക്കുന്നേ. ഇത് കുറച്ച് ഈ ബ്ലോക്ക് ഇട്ട് ചെയ്യട്ടാ. ക്ലീൻ ചെയ്ത് നോക്കിയാ ഞാൻ ഇവര് തുടങ്ങിയതിന്റെ പകുതിന്ന് തുടങ്ങി. എന്നിട്ട് ഇടയ്ക്ക് എന്റെ എത്രയായി പ്രിങ്ങുവിന് വർത്താനാ കൂടുതല്. ഇതൊന്ന് ഹിമാലയ പർവ്വതോ ഓടാന്ന് കഴിഞ്ഞ് പണി കഴിഞ്ഞ് പോയി മേസ്ത്രിയുടെ പോക്ക് കഴിഞ്ഞു. നീ ക്ലിപ്പ് ഇട്ടിട്ട് തലേമ്മ വെക്കാനാണ് പിന്നെ ചുള്ളല് വെക്കണം. അത് എടാ വാടാ എടാ. ഓ പിണങ്ങി പോയിട്ടാ. ബാല ചേട്ടാ, ഇത് ആഫ്രിക്ക, ഇത് അന്റാർട്ടിക്ക, ഇത് ഇന്ത്യ. ദേ നമ്മുടെ തെരയിൽ കഴിഞ്ഞു കേട്ടാ. മമ്മിക്ക് കൊടുക്കാനുള്ള കുറച്ച് ബീൻസ് ഇന്ന് കിട്ടി. മറ്റേ ബീൻസ് ദേ കിടക്കണം. അപ്പൊ ഇതിൽ എന്തൊക്കെയുണ്ട്? ഇതിൽ കിളി മരപ്പട്ടി എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് കോഫി ലുവാക്കാണ് ഇത്. നമുക്ക് ഇനി പോയിട്ട് കാപ്പി പൊടി വെക്കാം. അതിനടിയിൽ ടാങ്ക് കഴുകണമെന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കാർ തല്ലുകൂടിയിട്ടുണ്ട്. ആ വെള്ളം അവിടെ എവിടെയോ ലീക്കായി പോണ്ടെന്ന് മമ്മി പറഞ്ഞു. അത് നോക്കാൻ പോവാന്ന് പറഞ്ഞതിന് ഇവള് എന്നെ സോർട്ട് ഔട്ട് ആയി. അതാണ് മുടി ഇങ്ങനെ ഇരിക്കുന്നത്, കോഴിക്ക് മറ്റേ പനിച്ച പോലെ. പടിയൊക്കെ വെച്ചിട്ടാണോ കുട്ടി തള്ളിയത്? ഓ നിങ്ങളും വന്നിട്ട് കയ്യങ്കളിയായി. നിങ്ങളും വന്നിട്ട് കയ്യങ്കളിയായില്ലേ കാപ്പിയുടെ ഇടയില്? നിങ്ങളൊക്കെ ഭർത്താക്കന്മാരെ സമ്മതിക്കണം കേട്ടാ. ഭർത്താക്കന്മാരെ സഹിക്കുന്ന നമ്മളാ അതാണ് ഭൂലോക ഗതി. അയ്യോ എന്നടിക്കോ പിടിച്ചിട്ട്. ഡാഡിക്ക് റെഡി കൊടുക്കും. നമ്മള് നമ്മുടെ കാപ്പി കുത്താൻ കൊണ്ടുപോകാൻ കേട്ടോ. ഇതിനെ സെപ്പറേറ്റ് ചെയ്യാനും റോസ്റ്റ് ചെയ്യാനും 4 ആളാണ് ഇപ്പോ 10 കിലോ ചാക്ക് കൊണ്ടുപോകണേ. പ്രിങ് വരെ പിടിച്ചിട്ടുണ്ട്. പ്രിങ് പിടിച്ചത് ഇപ്പൊ കുട്ടികൾക്ക് ഒരു ഭാരമായി തോന്നണേ. തൂക്കി നോക്കാം നമുക്ക് എത്ര ഉണ്ടോ നോക്കാം. അപ്പൊ നെല്ലും ഇത് ഓരോ മെഷീനിലാ ചെയ്യാ. ശരി. പൊടിയാണോ പൊടിയാ
ഏതാണ്ട് 10 കിലോ കിട്ടിയല്ലേ? 900. 900. ഗുഡ് മെയിൻ. നമ്മുടെ കോഫി ബീൻ ശരിയായി. ഞാൻ അവിടെ കൊണ്ടൊരു പഠിക്കണം, അപ്പോൾ അത് മറിഞ്ഞാൽ വീഴും. ഇതാണ് അപ്പോൾ കോഫി ലുവാക്ക് ഉണ്ട്, കോഫി കോഴി, കുട്ടി പറഞ്ഞ പോലെ കോഴിയുണ്ട്, കോഫി കുരങ്ങുണ്ട്, എല്ലാം ഉണ്ട് ഇതിൽ. ഇത് മുഴുവൻ ഞാൻ എടുക്കണില്ല, അതിൽ കുറേ നെല്ലും പതിരൊക്കെ വന്നിട്ടുണ്ട് കണ്ട. ഇതിന് ഞാൻ എണ്ണി, അപ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. ലോകത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ടോപ്പ് എക്സ്പെൻസീവ്, ഇതിൽ എല്ലാ മിക്സ്ചർ ഫ്ലേവേഴ്സും ഉണ്ട്. കോഴിക്കാട്ടമുണ്ട്, കിളിക്കാട്ടമുണ്ട്, അണ്ണാറക്കണ്ണൻ, ഇത് അണ്ണാറക്കണ്ണനാ കടിച്ചിട്ടുള്ളത്, മരപ്പട്ടി ഉണ്ട്. ഇത് റിയൽ കോഫി ലുവാക്ക് റൈറ്റ് ഹിയർ. ഇതിന് കുറച്ചേ ഉള്ളൂ, ഇതിന് നമുക്ക് റോസ്റ്റ് ചെയ്യണം, ഇതിന് നമുക്ക് റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക്. ഇന്നും അരുമാമ ന്യൂസിലാൻഡിൽ നിന്ന് വിളിച്ച് പറഞ്ഞോളൂ, ചേട്ടൻ വരുന്നുണ്ട്, എന്തൊക്കെയോ തീട്ടായിട്ടാണ് വരുന്നത്, അത് കാരണം കൊണ്ടുവന്ന് തിന്നണ സാധനമൊക്കെ നോക്കിയിട്ട് കഴിച്ചാൽ മതി. അരുമാമയ്ക്കാണ് സ്പെഷ്യൽ കോഫി ലുവാക്ക്. ഇത് ഞാൻ പച്ചയ്ക്ക് ഒഴുങ്ങിയിട്ട് ഇത് പുറത്തേക്ക് വന്നതിന് ശേഷം അതുകൊണ്ട് അരുമാമയ്ക്ക് ഒരു സ്പെഷ്യൽ കോപ്പിയും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കോപ്പി നവീൻ. ഇതേ നമ്മുടെ കോപ്പി ലുവാക്ക്, ഇത് കുറച്ചേ ഉള്ളൂ. ഇത് ഞാൻ റോസ്റ്റ് ചെയ്യാൻ പോണ് വെറുതെ ചട്ടിയിൽ. ഓക്കെ, ചേട്ടാ ഒരു മീഡിയം റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ പിന്നെ എടുക്കാൻ പോവാണ്. ഇതേ നമ്മുടെ ബാച്ച് 2 ട്ടാ. പറമ്പിൽ നിന്ന് പറക്കി എടുത്തിട്ടുള്ള മിക്സഡ് ബെറീസ്. അത് വയനാട്ട് വെച്ചിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് റോസ്റ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കിത് ന്യൂസിലാൻഡിൽ കൊണ്ടുപോകാൻ. ഞാൻ ആദ്യമായിട്ടാണ് കോഫി ബീൻ റോസ്റ്റ് ചെയ്യുന്നത്, ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ, കോഫി ബീൻ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 48 to 72 hours റെസ്റ്റ് ചെയ്യണം, പൊടിക്കണേക്കാളും മുന്നേട്ട്. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ലോക്കായിരിക്കും പോലും, അത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നല്ല റോസ്റ്റഡ് കോഫി അരോമ പുറത്തേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കട്ടെ, എല്ലാം പാക്ക് ചെയ്തിട്ട് നമുക്ക് ന്യൂസിലാൻഡിൽ കൊണ്ടുപോയിട്ട് കാപ്പി ഉണ്ടാക്കി കുടിക്കാം. ഓക്കെ, അപ്പോൾ കോഫി ലുവാക്ക്, കോഫി കിളി എല്ലാം കൂടി ചേർന്നിട്ടുള്ളതാണ് ഇത്. ദേ നല്ല ഡാർക്ക് റോസ്റ്റ് അതെ. അപ്പോൾ ദേ നമ്മുടെ മിക്സഡ് കോഫി ലുവാക്ക് കേട്ടോ. പിന്നെ റിയൽ കോഫി ലുവാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവറ്റ്, ഏഷ്യൻ സിവറ്റ് അല്ലെങ്കിൽ നമ്മുടെ മരപ്പട്ടി. അതുകൊണ്ട് കാപ്പി മരപ്പട്ടിയുടെ കാപ്പി അത്രയേ ഉള്ളൂ. അപ്പോൾ കിളിയുടെ ഇനിയിപ്പോൾ അപ്പിട്ട് എന്നാണ് വെച്ചെങ്കിൽ കിളി കാപ്പി. അപ്പോൾ അങ്ങനെയാണ് ആ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഏഷ്യൻ സിവറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഏഷ്യയിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ഈ ബോർഡർ ക്രോസ് ചെയ്ത് വരുന്നതാണ്. ഈ സെയിം മരപ്പട്ടി തന്നെയാണ്. പഴയുണ്ണി എന്നൊക്കെ പറയണ നമ്മുടെ മെരുവിൻ്റെ ഇതിൽ പെട്ടിട്ടുള്ള സെയിം ഐറ്റം തന്നെ. ഇവിടെയൊക്കെ പോസം എന്ന് പറയും. അത് അപ്പിട്ടിട്ട് ഇതിന് എന്തെങ്കിലും മഹാത്മ്യമൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഞാൻ അത് ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണുമ്പോൾ പലർക്കും ഗ്രോസ് ആയിട്ട് തോന്നുന്നില്ല. ഇയാൾ എന്താ പോയിട്ട് ഇങ്ങനെ ഈ പട്ടിക്കാട്ടവും ഇതൊക്കെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഫുഡിൽ എന്തെങ്കിലും സംഭവം കണ്ടു കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആണ്. ആ സമയത്ത് വേറൊരാളത് ചെയ്യുന്നുണ്ടെങ്കിൽ അയാളെ സംബന്ധിച്ചോ അതൊരു ഭക്ഷണമാണ്, അല്ലെങ്കിൽ അവരൊരു കോഫി ആണെങ്കിൽ അത് എൻ്റെ മുന്നിൽ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഒരു ശാസ്ത്രജ്ഞനായി മാറും പെട്ടെന്ന് തന്നെ. ഇല്ലേ കൊണ്ടേ ഭയങ്കര കണ്ടുപിടുത്തക്കാരൻ. അപ്പോൾ അന്ത ശാസ്ത്രജ്ഞന്മാരി ഞാൻ ഇത് ആലോചിച്ചപ്പോൾ ഇതിങ്ങനെയാണോ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്യാമെന്ന് എനിക്കറിയില്ല. ഇവർ പറയേണ്ടത് ക്ലീൻ ഞാൻ കണ്ടിട്ടില്ലേ നേരിട്ടിട്ട്. ഞാൻ ഒറ്റ കാര്യം ആലോചിച്ചുള്ളൂ, ഈ സാധനം കണ്ടില്ലേ, ഇവരുടെ മമ്മിയൊക്കെ ആണെങ്കിൽ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് കളയാൻ പറ്റില്ല അവർക്ക് ഒരിക്കലും. ഈ സാധനം എന്ന് പറയുന്നത് ഓരോ കോഫി ബീനും അവരെ സംബന്ധിച്ചോളം പ്രൈസാണ് അല്ലേ. ഇവിടെ ഇപ്പോൾ നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണ് ഇവിടെ നമ്മുടെ വീട്ടിലേക്ക് കാപ്പി മേടിച്ച് വെച്ചിട്ടുള്ളതെന്ന് അറിയാമോ? ഇപ്പോൾ 1 കിലോയ്ക്ക് ഏതാണ്ട് 1000 രൂപ വില വരുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ബീനാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയും വില, അതായത് ഓരോ ഇതും ഇവരുടെ മമ്മിയെ സംബന്ധിച്ചിടത്തോളം കാശാണ്. അതിലിപ്പോൾ അവരിവിടെ കാപ്പിയിൽ ലുവാക്ക് അപ്പിട്ടിട്ടുണ്ടോ, കിളി അപ്പിയിട്ടുണ്ടോ, രാവിലെ ചെല്ലുക, 1 ടൈം കൃഷി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പറക്കി ഈ കാപ്പിനെ. അപ്പോൾ നമ്മൾ കുടിക്കുന്ന കാപ്പിയിൽ ഇതുണ്ട്. ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ടേ, ഞാൻ തീട്ടം തീനിയാണ്, എൻ്റെ വീട്ടിലുള്ളൊരു മുഴുവൻ തീട്ടം തിന്നണവരാണ്. അതിൻ്റെ മെയിൻ കാരണം ഞാൻ തന്നെ. കാരണം ഇങ്ങനെയുള്ള തീട്ടം കണ്ടാൽ ഞാൻ പോയി കൈയിട്ട് ഇളക്കും. എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. നമ്മുടെ നെഫ്യൂവിനെ കണ്ടില്ല, അവൻ ഞങ്ങൾ എന്താണെന്ന് അറിയില്ല അങ്ങനെയാണ്. അപ്പോൾ ഇത് പൊതിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ എന്തോ നിധി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ 2000 രൂപയ്ക്കും 5000 രൂപയ്ക്കൊക്കെ ഈ സാധനം വിൽക്കണേ. ഒരു മഹാത്മ്യം ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇതിലില്ല. പക്ഷേ ഇത് ഒരു ഡെലിക്കസി പോലെ അല്ല വെച്ചെങ്കിൽ അങ്ങനെ വിറ്റ് സാധനം വരുന്നുണ്ട്. നമ്മളൊക്കെ കുടിക്കണ എല്ലാ ദിവസവും രാവിലെ കുടിക്കണ കാപ്പിയിലും ലുവാക്കും അപ്പിയെല്ലാം ഉണ്ട്. എൻ്റെ അമ്മയൊക്കെ പറയണ പോലെ എന്നോട് ചില ആൾക്കാർ ചോദിക്കും, നീ ഹണ്ട് ചെയ്ത് ഭക്ഷണം കഴിക്കണം, നീ ക്രൂരനാണ്, മൃഗത്തിനെ കൊന്ന് തിന്നല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അമ്മയോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ ചീര നടുമ്പോഴും അത് നടുമ്പോഴും തവളനെ ഇതിനെയൊക്കെ വിഷടിച്ച് കൊന്ന് തന്നെയാണ് തിന്നണേ. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു തോന്നലുണ്ട്, നിങ്ങളൊരു പക്ഷേ ചില ആളുകൾ കേട്ടാൽ
കാപ്പിയിൽ നിങ്ങളുടെ കാപ്പിയിലൊന്നും പട്ടിക്കാട്ടും പൂച്ചക്കാട്ടും ഒന്നും ഇല്ലയെന്ന് തോന്നുന്ന ആൾക്കാർക്ക് വേണ്ടി സ്പെഷ്യൽ പട്ടിക്കാട്ടം. നമ്മുടെ നാട്ടിൽ നെല്ല് ഉണക്കാറുന്നതും മിളക് ഉണക്കാറുന്നതും ആ മിളകൊക്കെ തിന്നുന്ന ആൾക്കാരെ നമ്മളും ഒരു ദിവസം ചുരുങ്ങിയത് ഒരു 15-20 ഗ്രാം തീട്ടം അല്ലെങ്കിൽ ഫീസീസ് അത് പൊടി രൂപത്തിലും പലതരത്തിലൊക്കെ തിന്നുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ എലീറ്റ് ക്ലാസ്, those who are not eating those sort of food, if they believe like that, it is not really good. You and everybody is eating shit every day. Okay. സോ അതാണ് ഈ വീഡിയോ. അടുത്ത ദിവസം ഈ ഷിറ്റുകളെല്ലാം തന്നെ നമുക്ക് നമ്മുടെ അരുമാമയ്ക്കും ഫുൾ ടീമിനും കൊടുക്കുന്നതാണ്. അതാണ് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ അന്ന് കാണാം. അതുവരെയും ബൈ ഫോർ നോ. ബൈ.